ഹലോ എല്ലാവർക്കും നമസ്കാരം. വെബ്ഫ്ലോ ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ചെയ്തത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസ് എല്ലാം ചെയ്യുന്നത്, അതുപോലെ CMS ആഡ് ചെയ്യുന്നത്, ഇൻട്രാക്ഷൻസ് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു വെബ്സൈറ്റ് ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് പബ്ലിഷ് ചെയ്യാൻ നോക്കി. പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ഫസ്റ്റ് വെബ് ഫ്ലോ പ്രൊജക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു വെബ് ഫ്ലോയുടെ ഒരു സബ് ഡൊമൈനിലേക്ക് നമുക്കത് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ പ്രിവ്യൂ എല്ലാം കാണാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ കണ്ടു. ഇനി ഈ ഒരു ഡൊമൈൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഏതൊരു വെബ്സൈറ്റിനും നമുക്ക് ഇങ്ങനെ ഒരു വെബ് ഫ്ലോ URL എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും എന്നല്ല, മോസ്റ്റ് കേസസ് അങ്ങനെ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് എന്താ, ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഡൊമൈൻ നമുക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യുമ്പം ഡൊമൈൻ നമ്മൾ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്തതിന് ശേഷം അതൊരു ഹോസ്റ്റിംഗ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഹോസ്റ്റിങ്ങിലേക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫയൽസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ കുറേയധികം പ്രോസസ്സ് നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ വെബ്ഫ്ലോയിൽ നമ്മളിപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ കണ്ട പോലെ CMS ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വെബ്ഫ്ലോയിൽ തന്നെയാണ് ചെയ്തത്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു ഡൊമൈൻ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ നമ്മൾ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഡൊമൈൻ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ഡൊമൈനെ നമ്മൾ ഈ ഒരു വെബ്ഫ്ലോയുടെ ഇതിലേക്ക് പ്ലാനിലേക്കല്ല, ഈ ഒരു വെബ്ഫ്ലോയുടെ പ്രൊജക്റ്റിലേക്ക് നമ്മളതിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊജക്റ്റ് നോക്കി പ്രൊജക്റ്റിൻ്റെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇപ്പോഴുള്ള ഒരു സബ് ഡൊമൈൻ, ഈ ഒരു സബ് ഡൊമൈൻ റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സബ് ഡൊമൈൻ ആണ് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സബ് ഡൊമൈൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ ലൂമിയ എന്നുള്ളൊരു ടെംപ്ലേറ്റ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത് തന്നെ ടെംപ്ലേറ്റിൻ്റെ നെയിം ആയിട്ടുള്ള ലൂമിയ എന്നുള്ള നെയിമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ലൂമിയ എന്നാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ ഒരു റാൻഡം ആയിട്ടുള്ള ഈ ഒരു സബ് ഡൊമൈനെ നമുക്ക് ഷോർട്ട് ചെയ്ത് ലൂമിയ എന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ സെറ്റിങ്സിൽ വന്നു കഴിയുമ്പോൾ ജനറൽ എന്നുള്ളൊരു ടാബ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ടാബിൽ നോക്കിയാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഈ നെയിം എന്നുള്ളത് തൽക്കാലം ലൂമിയ കൺസ്ട്രക്ഷൻസ് എന്ന് തന്നെ ഇരിക്കട്ടെ. കൺസ്ട്രക്ഷൻസ്. ഓക്കെ, ജസ്റ്റ് ഒരു പേര് കൊടുത്തുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ആക്ച്വലി ആയിട്ടൊരു റിലേഷനുമില്ല. നെയിം അവിടെ കൊടുത്തു, നമ്മളത് സേവ് ചെയ്തു. ഇവിടെ ടൈറ്റിലെല്ലാം മാറുന്ന കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സബ് ഡൊമൈനും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ് ആണ് നമ്മുടെ ഒരു ഡൊമൈൻ്റെ മെയിൻ സബ് ഡൊമൈൻ്റെ ഒരു പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇവിടെ ലൂമിയ എന്ന് കൊടുത്തു നോക്കാം. ആക്ച്വലി ലൂമിയ എന്ന് പറയുന്ന ഒരു സബ് ഡൊമൈൻ ഓൾറെഡി ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സബ് ഡൊമൈൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ലൂമിയ ഷോർട്ടായിട്ട് തന്നെ കൊടുക്കുക, ലൂമിയ C എന്നൊന്ന് കൊടുത്ത് നോക്കാം. C എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ C എടുത്തതേ ഉള്ളൂ. ഇത് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആക്ച്വലി ഇത് എററാണ് വന്നത്. സെറ്റിങ്സിലേക്ക് പോയി ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് റീലോഡ് ചെയ്യുന്നു. ആക്ച്വലി പെട്ടെന്ന് നമ്മളത് ചെയ്തപ്പോൾ എന്തോ എറർ വന്നതാണ്. ആക്ച്വലി അത് പബ്ലിഷ് ആയിട്ടുണ്ട്. ഇതായതുകൊണ്ട് ഞാൻ റീലോഡ് ചെയ്തേ ഉള്ളൂ, പബ്ലിഷ് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി സെറ്റിങ്സ് എടുത്ത് നോക്കാം. സെറ്റിങ്സ് എടുത്ത് എന്തൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പം നമ്മുടെ സബ് ഡൊമൈൻ എന്ന് പറയുന്നത് lumia.c.webflow.io എന്നായിട്ടുണ്ട്. ഇത് പബ്ലിഷ് ആയോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഫ്യൂ സെക്കൻഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ രണ്ടാമത്തെ ടാബിൽ നമ്മുടെ മുൻപത്തെ URL ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് റീലോഡ് ചെയ്യുവാണ്. അതൊരു 404 ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താ, ഓൾറെഡി നമ്മുടെ സബ് ഡൊമൈൻ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കതിവിടെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, കറക്റ്റായിട്ട് lumia.c.webflow.io എന്നുള്ള ഒരു പേര്, അതുപോലെ എൻ്റെ വെബ്സൈറ്റിനെ കൊടുത്ത ചേഞ്ച് ചെയ്ത ടൈറ്റിലെല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്ഫ്ലോ സബ് ഡൊമൈൻ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, സബ് ഡൊമൈൻ അല്ലാതെ ആക്ച്വൽ ആയിട്ടുള്ള ഡൊമൈൻ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലാൻസ് ആൻഡ് ബില്ലിംഗ് എന്നുള്ള ടാബിലേക്ക് വരിക. ഇവിടെ
നമുക്ക് നമ്മളിപ്പോൾ ചെയ്തതെല്ലാം ഫ്രീ ഓപ്ഷനാണ് അല്ലേ. ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഒരു ഫ്രീ ഓപ്ഷനിലാണ്, ഈ ഫസ്റ്റ് പാക്കേജിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു വെബ്ഫ്ലോയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകതയല്ല ആക്ച്വലി, ഏതൊരു സർവീസും ഒരു പേയ്മെൻറ്റ് എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാർട്ടർ പ്ലാൻ വഴി നമുക്ക് ഒരിക്കലും ഒരു ആക്ച്വൽ ഡൊമൈൻ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ കാണാം, webflow.io ഡൊമൈൻ മാത്രമേ സ്റ്റാർട്ടർ പ്ലാനിൽ പറ്റുള്ളൂ. ഈ കസ്റ്റം ഡൊമൈൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻ തുടങ്ങുന്നത് ആക്ച്വലി നമ്മുടെ ബേസിക് പ്ലാൻ മുതലാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി CMS എന്നുള്ളൊരു പാർട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ CMS സപ്പോർട്ട് വരുന്നത് ഈ CMS എന്ന് പറയുന്ന പ്ലാൻ മുതലാണ്. സോ അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് രണ്ട് ഓപ്ഷനും ഓൾറെഡി ഫസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുകയാണെങ്കിൽ കറണ്ട് പ്ലാന്, രണ്ടാമത്തെ പ്ലാനായിട്ടുള്ള ബേസിക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ആ CMS കളഞ്ഞാൽ എനിക്കത് പറ്റും. അപ്പം ബേസിക് മുതൽ നമുക്ക് കസ്റ്റം ഡൊമൈൻ അറ്റാച്ച് ചെയ്യാം. CMS കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് CMS പ്ലാൻ മുതൽ മുകളിലേക്ക് പോകണം. സോ ഈ ഒരു സീരീസിൽ ഞാൻ ആക്ച്വലായിട്ടുള്ള ഡൊമൈൻ കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല, പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. സോ ഈ അപ്ഗ്രേഡ് ടു CMS എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ സപ്പോസ് CMS ഇല്ല എന്നുണ്ടെങ്കിൽ ബേസിക് പ്ലാൻ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റം ഡൊമൈൻ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ വരും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പാക്കേജ് സെലക്ട് ചെയ്ത പേയ്മെൻറ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം പബ്ലിഷിംഗ് എന്നുള്ള ടാബിലേക്ക് വരിക. ഈ പബ്ലിഷിംഗ് എന്നുള്ള ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റം ഡൊമൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു പ്ലാനോ പാക്കേജോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്ഗ്രേഡ് ടു പെയ്ഡ് സൈറ്റ് പ്ലാൻ ടു ആഡ് ഓർ പർച്ചേസ് കസ്റ്റം ഡൊമൈൻസ് എന്ന് പറഞ്ഞ മെസ്സേജ് നമുക്കിവിടെ വരുന്നത് കാണാം. സോ അതിന് കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഫ്രീ പ്ലാനിൽ നമുക്കൊരിക്കലും കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. സോ ഈ ഒരു ടാബിലാണ് നമ്മൾ ഈ കസ്റ്റം ഡൊമൈൻ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളൊരു പ്ലാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സൈറ്റ് പ്ലാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം കാണാൻ പറ്റും. സോ ഇവർ തന്നെ അതിൻ്റെ ട്യൂട്ടോറിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം എങ്ങനെയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ കസ്റ്റം ഡൊമൈൻ സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പം ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും, ഈ കാണുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്കുള്ള ഈ ഒരു സ്പേസിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ അവിടെ ആഡ് എ കസ്റ്റം ഡൊമൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ആൻ എക്സിസ്റ്റിംഗ് ഡൊമൈൻ അല്ലെങ്കിൽ ബൈ എ ന്യൂ ഡൊമൈൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ബൈ ന്യൂ ഡൊമൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പർച്ചേസ് ചെയ്തത് ഉപയോഗിക്കാം. ഇനി അതല്ല എക്സിസ്റ്റിംഗ് ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡൊമൈൻ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആഡ് ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളവിടെ ക്ലിക്ക് ചെയ്യാം. സോ അത്രയും ചെയ്ത് കഴിയുമ്പോൾ വെബ്ഫ്ലോയുടേതായിട്ടുള്ള ഒരു DNS രണ്ട് എ റെക്കോർഡുകളും ഒരു C റെക്കോർഡ് നമുക്ക് കിട്ടും. സോ ഈ പറയുന്ന പോലെ ഒരു എ റെക്കോർഡും ഈ പറയുന്ന മറ്റൊരു എ റെക്കോർഡ്, അതുപോലെ C നെയിം റെക്കോർഡ്സ് നമുക്ക് കിട്ടും. ഈ റെക്കോർഡ്സ് നമ്മുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്ത ആ ഒരു പ്രൊവൈഡറിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡൊമൈൻ അപ്ഡേറ്റ് ആവാനുള്ളൊരു ഡിലേ ഒഴിവാക്കിയാൽ ആ ഒരു സമയത്തിനുള്ളിൽ ആ പ്രൊപ്പഗേഷൻ ഡിലേ എല്ലാം വന്ന് അത് റിസോൾവ് ആയി കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഡൊമൈൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. സോ അങ്ങനെയാണ് ഈ ഒരു ഇൻ്റർഫേസിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവർ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഡൊമൈൻ്റെ കാണാം. അതുപോലെ രണ്ട് എ റെക്കോർഡ് ആഡ് ചെയ്യാൻ വേണ്ടി അവർ പറയും. ആ എ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇൻ്റർഫേസിൽ ഈ പറയുന്നത് പോലെ, അതായത് ആക്ച്വലി ഇത് കണക്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് എവിടെയാണോ അവിടെ പോയിട്ട് നമ്മൾ റെക്കോർഡ്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് കണക്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ സപ്പോസ് പബ്ലിഷ് ചെയ്യാൻ വരുവാണെങ്കിൽ ഇവിടെ ആ കസ്റ്റം ഡൊമൈനും കൂടി നമുക്ക് കാണാൻ പറ്റും. സോ അറ്റ് എ ടൈം നമുക്ക് ഒന്നെങ്കിൽ രണ്ട് ഡൊമൈനിലേക്കും പബ്ലിഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റം ഡൊമൈനിലേക്കോ അല്ലെങ്കിൽ സബ് ഡൊമൈനിലേക്കോ അങ്ങനെയൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമുക്കിപ്പോൾ ലൈവായിട്ട് പോകുന്നൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ക്ലയൻറ്റിനെയൊക്കെ കാണിച്ച് കൺഫർമേഷൻ എടുക്കേണ്ട ആവശ്യമൊക്കെ വരാറുണ്ടല്ലേ. ആ കേസിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചേഞ്ചസ് വെബ്ഫ്ലോയിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കസ്റ്റം ഡൊമൈൻ നമ്മൾ കൊടുക്കാതെ വെബ്ഫ്ലോ ഡൊമൈൻ മാത്രം നമുക്ക് പബ്ലിഷ് ചെയ്ത് ക്ലയൻറ്റിനെ അപ്ഡേറ്റ്സ് എല്ലാം കാണിച്ച് അപ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ സൈറ്റിലേക്ക് പബ്ലിഷ് ചെയ്യും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റ് വെബ്ഫ്ലോയിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇനി വരുന്ന പ്രൊജക്റ്റുകളൊക്കെ പരമാവധി വെബ്ഫ്ലോയിൽ നിന്ന് ചെയ്യാൻ നോക്കുക. ഇത് ആക്ച്വലി ഒരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യരുത്.
ഇത്രയും ഈസിയാണ് നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഹാൻഡ്ലിങ്. ഇപ്പം ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൽ വന്ന് ആ ഡിസൈനർ എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല പബ്ലിഷിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബാക്കപ്സ് ആണ്. ബാക്കപ്പ് എന്നറിയാം, നമുക്ക് എപ്പോഴും ബാക്കപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. കാരണം എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതിനെ എപ്പോഴും തിരിച്ച് റിവേർട്ടൊക്കെ ചെയ്യേണ്ടി വരും. വെബ്ഫ്ലോയുടെ പ്രത്യേകത, നമ്മൾ ഈ ബാക്കപ്സ് എന്ന് പറയുന്നത് വെബ്ഫ്ലോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ സപ്പോസ് ഒരു ബാക്കപ്പ് സിസ്റ്റം ഒന്നും നമുക്ക് ഇതിനകത്തേക്ക് റൺ ചെയ്യേണ്ടി വരുന്നില്ല. മാത്രമല്ല നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ വെബ്ഫ്ലോയിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 തവണ ഓട്ടോ സേവ്, അതായത് നമുക്ക് അറിയാം നമ്മൾ വെബ്ഫ്ലോ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചേഞ്ചസ് എല്ലാം സേവ് ആകും, പക്ഷേ പബ്ലിഷ് ആവത്തില്ല. പക്ഷേ ഈ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്ന ആ ഒരു ഓപ്ഷൻ 10 തവണ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു ബാക്കപ്പ് ഇവിടെ ക്രിയേറ്റ് ആവും. സോ ഈ സീരീസ് കണ്ടവർക്ക് മിക്കവർക്കും അറിയാം, നമ്മൾ കുറച്ച് ഡിലേ നമ്മുടെ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ 7 months ഒക്കെ കാണിക്കുന്നത്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 5 days ago അല്ലെങ്കിൽ 20 hours ago എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ടൈം സ്റ്റാമ്പ്സും ഓരോ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനിലും ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അപ്പം ഈ പറയുന്ന ബാക്കപ്പുകളൊന്നും ഞാൻ മാനുവലി എടുത്തതോ അല്ലെങ്കിൽ ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്ത ബാക്കപ്പ് ഒന്നുമല്ല, വെബ്ഫ്ലോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്താണ്. അപ്പോൾ അതിനകത്ത് ഇവർ പറയുന്നുണ്ട്, ഓൺ എവറി 10th ഓട്ടോ സേവ് വെബ്ഫ്ലോ ക്രിയേറ്റ്സ് എ ബാക്കപ്പ് ഓഫ് യുവർ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കമാൻഡ് ഷിഫ്റ്റ് എസ് അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബാക്കപ്പ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മൊമെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് വന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ബെറ്റർ സർവീസ് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ഈ ഒരു വെബ്ഫ്ലോ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ത്രൂ ഔട്ട് നമ്മുടെ അതിൻ്റെ ഫീച്ചേഴ്സിലെല്ലാം തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവരും പരമാവധി വെബ്ഫ്ലോയുടെ എല്ലാ ഫീച്ചേഴ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രീ സ്റ്റാർട്ടർ പ്ലാൻ ഉപയോഗിച്ച് തന്നെ പരമാവധി ഓപ്ഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. സോ ഇതുവരെയുള്ള ഈ ഒരു വെബ്ഫ്ലോ സീരീസ് ഈ ഒരു വീഡിയോ കൊണ്ട് നിർത്തുവാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് നമുക്കിനിയും പറയുവാനുണ്ട്. സോ ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസും ട്യൂട്ടോറിയൽസൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പരമാവധി സമയം കണ്ടെത്തി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. മാത്രമല്ല ഈ ഒരു വെബ്ഫ്ലോ സീരീസിൽ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.